ഇവിടെ ആദ്യം വണ്ടി മേടിക്കുന്ന നീയാണ്. നിനക്കത് ഓടിക്കാൻ സമയമുണ്ടായിരുന്നു? നിൻ്റെ കൂട്ടുകാരല്ലായിരുന്നു അത് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്? 2-3 പേര് ഇത് നേരെ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ഞാൻ നിന്നോട് പറയുമായിരുന്നു, വണ്ടി സൂക്ഷിക്കണം, വണ്ടി വേറെ ആർക്കും ഓടിക്കാൻ കൊടുക്കരുതെന്ന്. അപ്പം നിനക്ക് എന്നോടായിരുന്നു ശത്രുത. ഇപ്പം അവൻ്റെ വണ്ടിക്ക് ഞാൻ 5000 രൂപ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടായി വരുന്നത്. അവൻ്റെ അപ്പൻ ഇവിടെ വന്ന് പറയാത്ത ഭാഷയൊന്നുമില്ല, നീയാ അത് മുടിപ്പിച്ചേന്ന്. അവനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കുള്ളൂ, മനസ്സിലായോ? ഇതൊരനുഭവമാണ്, ഇതെന്നും മനസ്സിലുണ്ടാവണം, എത്ര വലിയ കൂട്ടുകാരാണേലും. അവനെ വിളിച്ച് പറഞ്ഞേരാം, വണ്ടിയുടെ പൈസയൊക്കെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്, നാളെ പോയി വണ്ടി എടുത്തോളാം. നീ അവൻ്റെ വണ്ടി നീ ഓടിച്ചേക്കരുത്. എവിടെയും വെച്ച് അവൻ്റെ വണ്ടിയെയും നിന്നെയും കണ്ട വിഷമിക്കൊന്നും വേണ്ട, അപ്പന് വേറെ വണ്ടി വാങ്ങിച്ചു തരാം കേട്ടോ. അവൻ്റെ അപ്പൻ ഇവിടെ വന്ന് ഒത്തിരി അനാവശ്യം പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. എനിക്ക് നിന്നോടല്ലേ ദേഷ്യപ്പെടാൻ പറ്റൂ? അവൻ്റെ മകനോട് പോയി ദേഷ്യപ്പെടാൻ പറ്റുമോടാ? ഞാനും ഒരു മനുഷ്യനല്ലടാ. പോയി കഞ്ഞി കുടിക്കും.